everyone, എല്ലാവർക്കും Xylem SSC Arabic പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മെത്തേഡ് ആണ്. ഷിഫ്റ്റിംഗ് മെത്തേഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഏത് ടോപ്പിക്കിലേതാണെന്ന് എന്നോട് ചോദിക്കരുത്, കാരണം ഒരുപാട് ടോപ്പിക്കിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൈം ആൻഡ് വർക്ക് ആവട്ടെ, അതല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് ആവട്ടെ, സ്പീഡ് ഡിസ്റ്റൻസ് ആവട്ടെ, ബോട്ട് ആൻഡ് സ്ട്രീം ആവട്ടെ, എല്ലാത്തിലും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ടും ഈസി ആയിട്ടും ചെയ്യാവുന്ന ഒരു മെത്തേഡ് ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്താണ്, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ നമുക്കിപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ നമ്മുടെ ബാച്ചസ് പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബാച്ച് ആണ് ALP ടാർഗറ്റ് ബാച്ച് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ടാർഗറ്റ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫീ വരുന്നത് 3,999 ആണ്. അത് കൂടാതെ ഇപ്പൊ നമുക്ക് റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ബാച്ച് ആണ് RPF ടാർഗറ്റ് ബാച്ച് എന്ന് പറയുന്നത്. RPF ടാർഗറ്റ് ബാച്ചിന്റെ ഫീ വരുന്നത് 2,999 ആണ്. നമുക്കിനി വരാനിരിക്കുന്ന May 27 ലോഞ്ച് ചെയ്യാനിരിക്കുന്ന നമ്മുടെ എക്സ്ക്ലൂസീവ് ബാച്ച് ആണ് CGL ഓഫീസേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അതിന്റെ ഫീ വരുന്നത് 5,999 ആണ്. ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ ALP ബാച്ച് ആണെങ്കിലും RPF ടാർഗറ്റ് ബാച്ച് ആണെങ്കിലും തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്യാതിരിക്കേണ്ട. കാരണം നിങ്ങൾക്ക് എല്ലാ ലൈവ് സെഷൻസിന്റെയും റെക്കോർഡഡ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആപ്പിൽ. അപ്പോൾ ഇനി ജോയിൻ ചെയ്താലും നിങ്ങൾ വൈകിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് പഠിച്ചെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ബാച്ചസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, 9951000800. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം, ഷിഫ്റ്റിംഗ് മെത്തേഡ്. അപ്പൊ ഷിഫ്റ്റിംഗ് മെത്തേഡ് ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോട്ട് ക്യാൻ ഗോ 20 km downstream and 12 km upstream in 2 hours 50 minutes. It can go 15 km downstream and 8 km upstream in 2 hours. What is the speed in kilometer per hour of the boat while going downstream? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബോട്ടിന് 20 km ഡൗൺ സ്ട്രീമും 12 km അപ്സ്ട്രീമും കൂടെ ടോട്ടൽ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറും 50 മിനിറ്റുമാണ്. എന്നാൽ ഇതേ ബോട്ടിന് 15 km ഡൗൺ സ്ട്രീമും 8 km അപ്സ്ട്രീമും കൂടെ ടോട്ടൽ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം 2 hours ആണ്. അങ്ങനെയാണെങ്കിൽ ബോട്ടിന്റെ ഡൗൺ സ്ട്രീം സ്പീഡ്, അതായത് സ്പീഡ് ഓഫ് ബോട്ട് വൈൽ ഗോയിങ് ഡൗൺ സ്ട്രീം, ഡൗൺ സ്ട്രീം പോകാൻ എടുക്കുന്ന ഒരു സ്പീഡ് അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ 2 കേസസ് പറയുന്നുണ്ട് അല്ലെ, 2 സെനാരിയോസ് പറയുന്നുണ്ട്. ഞാൻ 2 കേസസും എഴുതാണ്. ഇപ്പോൾ ഒന്നാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കേസിൽ നമുക്ക് ഡൗൺ സ്ട്രീം സഞ്ചരിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 20 km അല്ലെ, 20 km. അപ്സ്ട്രീം 12 km, അപ്സ്ട്രീം 12 km. ഈ 2 ഡിസ്റ്റൻസും കൂടെ ടോട്ടൽ കവർ ചെയ്യാൻ എടുത്തിട്ടുള്ള ടൈം 2 hours 50 minutes. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് വരുന്ന സമയത്ത് നമുക്ക് ഡൗൺ സ്ട്രീം സഞ്ചരിച്ചിട്ടുള്ളത് 15 km ആൻഡ് അപ്സ്ട്രീം 8 km. ടോട്ടൽ കവർ ചെയ്യാൻ എടുത്തിട്ടുള്ള ടൈം 2 hours. ഫസ്റ്റത്തെ കേസിൽ നിന്നും രണ്ടാമത്തെ കേസിലോട്ട് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് നോക്കിക്കേ. അപ്പം ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുള്ള ചേഞ്ച് എന്താണ്? ഇവിടെ നമുക്ക് 5 കിലോമീറ്ററിൽ കുറവ് വന്നു അല്ലേ. ഒന്നാമത്തെ കേസിൽ നിന്ന് രണ്ടാമത്തെ കേസിലോട്ട് എത്തുമ്പോൾ ഡൗൺ സ്ട്രീം വന്നിട്ടുള്ള ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് കവർ ചെയ്തതിൽ 5 കിലോമീറ്റർ കുറവ് വന്നു. അപ്സ്ട്രീം സഞ്ചരിച്ചിട്ടുള്ള ദൂരത്തിൽ 4 കിലോമീറ്റർ കുറവ് വന്നു. ടോട്ടൽ ടൈം എടുത്തത് എന്ത് വന്നു? 50 മിനിറ്റ് കുറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇതേ സ്റ്റെപ്പ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ എന്ത് സംഭവിക്കും? സെയിം സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും? 15 വീണ്ടും 5 മൈനസ് ചെയ്തിട്ട് 10 കിലോമീറ്റർ ആയിട്ട് മാറും. അതേപോലെ 8 വീണ്ടും 4 മൈനസ് ചെയ്തിട്ട് 4 കിലോമീറ്റർ ആയിട്ട് മാറും. ടൈം എന്താവും? വീണ്ടും ഒരു 15 മിനിറ്റ് മൈനസ് ചെയ്യും. 2 hours 50 മിനിറ്റ് മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? 1 hour 10 minutes ആയിട്ട് മാറും. ഓക്കെ, ഇനി ഒന്നുകൂടെ സ്റ്റെപ്പ് ചെയ്ത് നോക്കിയേ. സെയിം സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു 5 മൈനസ് ചെയ്തിട്ട് ഇവിടെ 5 ആവും. ഇവിടെ വീണ്ടും 4 ആണ് മൈനസ് ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പിലും 4 വെച്ചാണ് മൈനസ് ചെയ്യുന്നത്. ഇതെന്താവും? 4 അല്ല, എന്തായിട്ട് മാറും? നമുക്ക് 4 - 4 0 ആയിട്ട് മാറും. ടൈമിൽ എന്ത് വരും? 1 hour 10 minutes നിന്നും 50 minutes മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 hour 10 minutes എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 + 10 70 minutes ആണ്. അതിൽ നിന്ന് 50 മിനിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തുണ്ട്? 20 minutes. നോക്കിക്കേ മക്കളെ, നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി?
ഈ ഒരു അപ്സ്ട്രീം സഞ്ചരിച്ച ദൂരം ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെത്തേഡ്. അതായത് ഇവിടെ ശരിക്കും നമുക്ക് ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസും അപ്സ്ട്രീം ഡിസ്റ്റൻസും കൂടെ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഡൗൺ സ്ട്രീം സ്പീഡാണ്. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് മാത്രം കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്സ്ട്രീം ഡിസ്റ്റൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. നോക്കിയേ, ആ എലിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മുടെ ഷിഫ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഈ 5 കിലോമീറ്റർ ഡൗൺ സ്ട്രീം സഞ്ചരിക്കാൻ 20 മിനിറ്റ് എടുത്തു എന്ന് കിട്ടി. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡൗൺ സ്ട്രീം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് കവേർഡ് 5 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ടൈം 20 മിനിറ്റ്സ് ആണ്. മിനിറ്റ്സിന് അവറിലേക്ക് ആക്കാൻ ഇൻറ്റു ഞാനൊരു 60 ഇട്ട് കൊടുത്തു. 20 60ൽ 3 ടൈംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 15 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെ ഒരുപാട് തവണ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് ചെയ്യേണ്ടതില്ല. നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് കേസിൽ ഡൗൺ സ്ട്രീം 20, അപ്പ് സ്ട്രീം 12, ടൈം എന്ന് പറയുന്നത് 2 hours 50 minutes. രണ്ടാമത്തെ കേസിലോട്ട് വരുമ്പം 15 കിലോമീറ്റർ ഡൗൺ സ്ട്രീം, 8 കിലോമീറ്റർ അപ്പ് സ്ട്രീം, 2 hours ടൈം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 5 കിലോമീറ്റർ കുറഞ്ഞു, ഇവിടെ നമുക്ക് 4 കിലോമീറ്റർ കുറഞ്ഞു, ഇവിടെ 15 minutes കുറഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഏതാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഏതാ എലിമിനേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഡൗൺ സ്ട്രീം ആണ് കാണേണ്ടത്, ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് ആണ് കിട്ടേണ്ടത്. സോ അപ്പ് സ്ട്രീം ഡിസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ 12 പോകണം അല്ലേ? 4 വെച്ചിട്ട് 12ൽ നിന്നും 12 മൈനസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 12ൽ നിന്നും 12 മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4 ഇൻറ്റു എത്ര തവണ സ്റ്റെപ്പ് ചെയ്യണം നോക്കാം. അപ്പോൾ നമുക്കറിയാം 4 into 3 ആണ് 12. ഓക്കെ, അപ്പം നമ്മൾ എല്ലായിടത്തും എന്ത് ചെയ്യുക? ഇൻറ്റു 3 ആ ഒരു ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യണം? 5 into 3 മൈനസ് ചെയ്യണം അല്ലേ? 20 മൈനസ് 5 into 3 എന്ന് പറഞ്ഞാൽ 15. 20 നിന്ന് 15 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 5 വന്നു. അതേപോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? 12 മൈനസ് 4 into 3. 12 മൈനസ് 4 into 3 എന്താണ്? 0 ആണ്. ഇനി ഇവിടെ എന്ത് ചെയ്യണം? 2 hours 50 minutesൽ നിന്നും 50 into 3, അതായത് 150 minutes മൈനസ് ചെയ്യണം. 150 minutes മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 hours 50 minutes. 2 hours എന്ന് പറഞ്ഞാൽ 120 minutes ആണ്. പ്ലസ് 50 170. അപ്പോൾ 170 minutesൽ നിന്നും 150 minutes മൈനസ് ചെയ്താൽ 20 minutes. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ റിക്വയർഡ് ആൻസർ ഡൗൺ സ്ട്രീം സ്പീഡ് ഇസ് ഈക്വൽ ടു 5/20 into 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 km/h നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തു നോക്കാം. എ ബോട്ട്മാൻ ഗോസ് 24 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആൻഡ് 36 കിലോമീറ്റർ അപ്പ് സ്ട്രീം ഇൻ 9 hours. ഞാൻ എഴുതാണ്. അപ്പം ഡൗൺ സ്ട്രീം ഉണ്ട്, അപ്പ് സ്ട്രീം ഉണ്ട്. ഡൗൺ സ്ട്രീം 24ഉം അപ്പ് സ്ട്രീം 36ഉം പോകാൻ എടുക്കുന്ന ടൈം 9 hours. അടുത്തത് വൈൽ ഇറ്റ് ടേക്സ് 8.5 hours ടു ഗോ 36 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആൻഡ് 24 കിലോമീറ്റർ അപ്പ് സ്ട്രീം. എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞത് 8.5 hours ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ ഓരോ സ്റ്റെപ്പ് അല്ലേ? ഓരോ സ്റ്റെപ്പിലും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? 24 നിന്ന് 36 ആയി, അതായത് 12 കൂടി. ഇവിടെ എന്ത് സംഭവിച്ചു? 36 നിന്ന് 24, അതായത് 12 മൈനസ് ആയി. ഇവിടെ എന്ത് സംഭവിച്ചു? 0.5 hour അല്ലെങ്കിൽ നമ്മുടെ 30 minutes റെഡ്യൂസ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട്. ഓക്കെ, ഇവിടെ ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡൗൺ സ്ട്രീം സ്പീഡും അല്ല അപ്പ് സ്ട്രീം സ്പീഡും അല്ല കാണേണ്ടത്, ബോട്ടിൻ്റെ സ്പീഡാണ് കാണേണ്ടത്. ബോട്ടിൻ്റെ സ്പീഡ് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? രണ്ടും വേണം. ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും കിട്ടിക്കഴിഞ്ഞാലേ ബോട്ടിൻ്റെ സ്പീഡ് കാണാൻ പറ്റുള്ളൂ. അതിന് മുന്നേ എന്താണ് ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് നോക്കാം. ഡൗൺ സ്ട്രീം സ്പീഡ് ഈസ് ഈക്വൽ ടു ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡാണ്. ഓക്കെ,
അതേമാതിരി അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്നും സ്ട്രീമിൻ്റെ സ്പീഡ് മൈനസ് ചെയ്തതാണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും, അതായത് നമ്മുടെ ഡൗൺ സ്ട്രീം സ്പീഡും അപ്സ്ട്രീം സ്പീഡും രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ആരെ വേണമെങ്കിലും എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ എലിമിനേറ്റ് ചെയ്തിട്ട് മറ്റേതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ ഞാൻ കുറഞ്ഞു വരുന്ന ആളെ എലിമിനേറ്റ് ചെയ്യാം. നോക്കി, ഇവിടെ ഒരാൾ കൂടിയ ഒരാൾ കുറയാണല്ലേ. ഇവിടെ ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ കൂടുന്ന ആളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ 12 കിലോമീറ്റർ കുറയാണ്, 30 മിനിറ്റ്സ് കുറഞ്ഞു. അപ്പോൾ ഞാനിവിടെ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്സ്ട്രീം ഡിസ്റ്റൻസിനെയാണ്. അപ്സ്ട്രീം ഡിസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 36 പോകണം. അപ്പോൾ 12നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 36 ആവുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ എല്ലാ സ്റ്റെപ്പിലും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് 24 പ്ലസ് 12 ഇൻറ്റു 3. 12 ഇൻറ്റു 3 എത്രയാണ് വരുന്നത്? 36. 36 പ്ലസ് 24 എത്ര വന്നു? 60 വന്നു. അപ്സ്ട്രീം എന്തായി? 0 ആയി. ഇവിടെ എന്ത് ചെയ്യണം? 9 മൈനസ് 30 മിനിറ്റ്സ് ഇൻറ്റു 3. 30 മിനിറ്റ്സ് ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 1.5 hours ആണ് അല്ലേ, 1.5 മണിക്കൂർ. അപ്പം 9 1.5 മണിക്കൂർ മൈനസ് ചെയ്താൽ എന്തായിട്ട് മാറി? 7.5 hour ആയിട്ട് മാറി. അതായത് നമുക്ക് ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം 7.5 hours ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡൗൺ സ്ട്രീം സ്പീഡ് ഈസ് ഈക്വൽ ടു 60/7.5ന് ഞാൻ 75/10 അത് മുകളിലോട്ട് പോകുമ്പോൾ ഇൻറ്റു 10 ആവും. 60ൽ 15 4 ടൈംസ്, 75ൽ 15 5 ടൈംസ്, 5 ഇതിൽ 2 ടൈംസ്, 4 ഇൻറ്റു 2 8 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞു ഡൗൺ സ്ട്രീം സ്പീഡ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? നമുക്ക് നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് കിട്ടില്ല. അപ്പം ഞാനിവിടെ തൽക്കാലം ഇങ്ങനെ എഴുതി വെക്കുകയാണ്. ഡൗൺ സ്ട്രീം സ്പീഡ് ഈസ് ഈക്വൽ ടു 8 കിലോമീറ്റർ. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഇപ്പം മുകളിലുള്ള ഇപ്പം കേസ് 1 അല്ലെങ്കിൽ കേസ് 2ൽ എന്ത് ചെയ്യുക? ഈ ഡൗൺ സ്ട്രീം സ്പീഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ കേസ് 1 ഈ ഒരു കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 24 കിലോമീറ്റർ ആയിരുന്നു ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ്. അതിൻ്റെ സ്പീഡ് 8 കിലോമീറ്റർ പെർ അവർ ആണ്. ഇപ്പം 24 കിലോമീറ്റർ കവർ ചെയ്യാൻ 8 കിലോമീറ്റർ പെർ അവർ പ്രകാരം എത്ര ടൈം എടുക്കും? 24/8, അതായത് 3 മണിക്കൂറാണ് അല്ലേ. ഇവിടെ നമുക്ക് 3 hours ആണ് ടൈം വരിക. നമുക്കറിയാം ടോട്ടൽ 9 hours ആണ് എന്ത് വന്നിട്ടുള്ളത്? ടൈം വന്നിട്ടുള്ളത്. 24 കിലോമീറ്റർ ഡൗൺ സ്ട്രീമും 36 കിലോമീറ്റർ അപ്പ് സ്ട്രീമും കൂടെ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം 9 hours. അതിൽ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് കവർ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 6 hours എന്തിനാണ്? അപ്സ്ട്രീം ഡിസ്റ്റൻസ് കവർ ചെയ്യാനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? upstream speed is equal to upstream distance 36 divided by time 6, that is equal to 6 km/h ആണ് upstream speed എന്ന് പറയുന്നത് 6 ആണ്. ഇത്രയും ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൻ്റെ സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ബോട്ടിൻ്റെ സ്പീഡ് എക്സ് എന്നും ഈ സ്ട്രീമിൻ്റെ സ്പീഡ് എ എന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ് പ്ലസ് എ ഈസ് ഈക്വൽ ടു ഡൗൺ സ്ട്രീം സ്പീഡാണ് ആൻഡ് എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു അപ്സ്ട്രീം സ്പീഡുമാണ്. ഈ ഡൗൺ സ്ട്രീമിൻ്റെയും അപ്സ്ട്രീമിൻ്റെയും സ്പീഡ് നമുക്കറിയാം, വാല്യൂസ് നമുക്കറിയാം. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീം സ്പീഡ് 8, അപ്സ്ട്രീം സ്പീഡ് 6. ഇനി രണ്ട് ഇക്വേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? 2x പ്ലസ് എ മൈനസ് എയും പോവും, ദാറ്റ് ഈസ് ഈക്വൽ ടു 14 വന്നു. എക്സ് ഈസ് ഈക്വൽ ടു 14/2, 7 km/h. അതായിരിക്കും നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ട്വിസ്റ്റഡ് ആയിട്ടാണ്, അതായത് നമുക്ക് ഡയറക്റ്റ് അല്ല ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അതിൽ ഉള്ള വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡാണെന്നേ ഉള്ളൂ. ബാക്കി നമ്മുടെ മെത്തേഡ് എന്താണ്? ഷിഫ്റ്റിംഗ് മെത്തേഡ് സെയിം ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A man travels 450 km to his home partly by train and partly by car. ഇത് വേറാണ്, ബോട്ടൺ സ്ട്രീമിലുള്ള ക്വസ്റ്റ്യൻ അല്ല, നമ്മുടെ സാധാ ടൈം ആൻഡ് ഡിസ്റ്റൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് രണ്ട് രീതിയിൽ ടോട്ടൽ 450 കിലോമീറ്റർ ആണ് ആളുടെ വീട്ടിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിൽ ട്രെയിനിലും സഞ്ചരിച്ചു, ബസ്സിലും സഞ്ചരിച്ചു, എന്നിട്ടാണ് ആൾ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ആൾക്ക് എടുക്കുന്ന ടൈം 8 hours 40 minutes ആണ്. ഓക്കെ, 40 minutes ആണ്. അപ്പോൾ ഇതിൽ പോകുന്നത് എങ്ങനെയാണ്? ഇഫ് യു ട്രാവൽ 240 km ബൈ ട്രെയിൻ,
240 കിലോമീറ്റർ ട്രെയിനിനും ആൻഡ് റസ് ബൈ കാർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഡിസ്റ്റൻസ്, അതായത് ടോട്ടൽ നമുക്ക് 450 കിലോമീറ്റർ ഉണ്ട്, അതിൽ 240 ട്രെയിനിന് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ഉണ്ട് മക്കളെ? 210 കിലോമീറ്റർ എന്തിലാണ് പോയിട്ടുള്ളത്? ബസ്സിൽ. സോറി, ബസ്സല്ല, കാറിലല്ലേ? ബസ്സല്ല, കാറിൽ നമ്മൾ പോകുന്നത് 210 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സെനാരിയോ നോക്കിക്കേ. രണ്ടാമത്തെ സെനാരിയോയിൽ എന്താ പറയുന്നത്? ഹി ടേക്സ് 20 minutes more if he travels 180 കിലോമീറ്റർ ബൈ ട്രെയിൻ, 180 കിലോമീറ്റർ ബൈ ട്രെയിൻ ആൻഡ് റസ് ബൈ കാർ. റസ് ബൈ കാർ എന്ന് പറഞ്ഞാൽ 450 മൈനസ് 180 എത്ര വരും മക്കളെ? 270 കിലോമീറ്റർ കാറിലും സഞ്ചരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചു? 20 മിനിറ്റ് കൂടുതൽ എടുത്തു. ഇവിടെ നമുക്ക് 20 മിനിറ്റ് എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടുന്നുണ്ട്. അത് എത്രയാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് കാർ ആണ്. കാറിൻ്റെ സ്പീഡാണ് കാണേണ്ടത്. കാറിൻ്റെ സ്പീഡ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിന് എലിമിനേറ്റ് ചെയ്യണം. ട്രെയിനിൻ്റെ സഞ്ചരിച്ച ദൂരം എലിമിനേറ്റ് ചെയ്തിട്ട് കാറിൽ മാത്രം സഞ്ചരിക്കുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാറിൻ്റെ സ്പീഡ് കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നും രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ സഞ്ചരിക്കുന്ന മാറ്റങ്ങൾ. ഇവിടെ 60 കുറയുന്നു, ഇവിടെ 60 കൂടുന്നു, ഇവിടെ എന്താണ്? 20 മിനിറ്റ് കൂടുന്നതാണ് നേരത്തെ തന്നിരിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ട്രെയിന് മൊത്തത്തിൽ നമ്മൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ 240 മൈനസ് ചെയ്യണം. 240 മൈനസ് ചെയ്യണമെങ്കിൽ 60നെ × 4 ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? 240. അപ്പം ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുക? × 4 ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ 240 എന്ന് 60 × 4 240 മൈനസ് ചെയ്താൽ ഇവിടെ 0 ആവും. കാറിൻ്റെ കേസിൽ 210 പ്ലസ് 60 × 4, 60 × 4 240 പ്ലസ് 210 എത്രയാണ്? 450 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, ഇനി ഇവിടെ ടൈമിൽ എന്താണ് ചേഞ്ച് വരുത്തേണ്ടത്? അപ്പൊ നമുക്ക് ടൈം ഇനീഷ്യലി ഉണ്ടായിരുന്നത് 8 hours 40 minutes ആണ്. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ 20 മിനിറ്റ് കൂടി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അത് × 4 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 20 × 4 എന്ന് പറഞ്ഞാൽ 80 മിനിറ്റ് കൂടണം. 80 മിനിറ്റ് കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 + 60 മിനിറ്റ് അല്ലേ? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 hour അല്ലേ? 1 hour. അപ്പൊ നമുക്ക് 1 hourഉം 20 മിനിറ്റും ആണ് കൂടേണ്ടത്. അപ്പൊ ഇവിടെ 20 മിനിറ്റ് കൂടിക്കഴിഞ്ഞാൽ 20 + 40 അവിടെ തന്നെ 1 hour കൂടി അല്ലേ? അല്ലെങ്കിൽ 8:40 20 മിനിറ്റ് കൂടിയാൽ 9 ആയി. 9 മണിക്കൂർ പ്ലസ് എന്തുണ്ട്? വീണ്ടും ഒരു 1 hour ഉണ്ട് അല്ലേ? അപ്പൊ ടോട്ടൽ എത്ര വന്നു? 10 hour വന്നു. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് 450 കിലോമീറ്റർ കാറിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 10 hour ആണ്. സോ കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 450/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 45 km/h ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ക്ലിയർ അല്ലേടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 articles A and B was sold at a profit of, ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 ആർട്ടിക്കിൾസ് എയും ബിയും 200 രൂപ പ്രോഫിറ്റിൽ വിറ്റു. A sold at a profit of 10%, B sold at a profit of 20%. അപ്പം A 10% ലാഭത്തിലും B 20% ലാഭത്തിലും വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എത്ര രൂപയാണ്? 200 രൂപയാണ്. ഞാനിവിടെ എഴുതാം. എക്കും ബിക്കും A 10%, B 20%. എയുടെ 10%, ബിയുടെ 20%. അല്ലെ, പ്രോഫിറ്റ് എന്ന് പറയുമ്പം എക്ക് 10% പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ എയുടെ കോസ്റ്റ് പ്രൈസിന്റെ 10%. അപ്പൊ എയുടെ കോസ്റ്റ് പ്രൈസിന്റെ 10% പ്ലസ് ബിയുടെ കോസ്റ്റ് പ്രൈസിന്റെ 20%. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് വരും? 200 കിട്ടും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് നോക്കിക്കേ. ഇഫ് എ സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%, A 20% and B sold at a profit of 10%, B 10%. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ, അതായത് എയുടെ കോസ്റ്റ് പ്രൈസിന്റെ 20% പ്ലസ് ബിയുടെ കോസ്റ്റ് പ്രൈസിന്റെ 10% കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ കിട്ടുന്നത്? 250 രൂപയാണ് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? നോക്കിക്കേ, ഫസ്റ്റത്തെ കേസിൽ എയുടെ കോസ്റ്റ് പ്രൈസിന്റെ 10% പ്രോഫിറ്റ് പ്ലസ് ബിയുടെ കോസ്റ്റ് പ്രൈസിന്റെ 20% പ്രോഫിറ്റ്. ആ രണ്ട് വാല്യൂസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 200 രൂപ കിട്ടണം. രണ്ടാമത്തെ കേസിൽ എയുടെ കോസ്റ്റ് പ്രൈസിന്റെ 20% പ്ലസ് ബിയുടെ കോസ്റ്റ് പ്രൈസിന്റെ 10%, ഇതിന്റെ സം എന്ന് പറയുന്നത് 250 രൂപയാണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് ബോത്ത് ആർട്ടിക്കിൾ ആണ്. രണ്ടും കാണണം. രണ്ടിന്റെയും കോസ്റ്റ് പ്രൈസ് കണ്ടിട്ട് സമ്മ് കാണണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഞാനിപ്പോൾ ഏതിനാ എലിമിനേറ്റ് ചെയ്യുക? നമുക്ക് മൈനസ് ചെയ്യുന്നതിന് അല്ലേ? അപ്പൊ ബീനെ എലിമിനേറ്റ് ചെയ്യുക.
കുറഞ്ഞു വരുന്നതിനെ. ഇപ്പം ബീനെ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ 10 ന്ന് 20 10% കൂടി, ഇവിടെ 10% കുറഞ്ഞു, ഇവിടെ 50 കൂടി. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ഞാൻ ഇങ്ങനെ എല്ലാം എഴുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 20 കുറയേണ്ടത്. അപ്പം 10 2 തവണ എല്ലാ സ്റ്റെപ്പും എന്ത് ചെയ്യണം? 2 തവണ ചെയ്യണം. അപ്പം എല്ലാ സ്റ്റെപ്പും 2 തവണ ചെയ്യുന്ന സമയത്ത് 10 + 10 2 തവണ 20 കൂടും. അപ്പം 30 മാറും. 30%. എയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 30%. ബിയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 20%-നോട് 20 കുറയ്ക്കും. 10 × 2 20 കുറയുമ്പം 0 ആയിട്ട് മാറും. ഇനി ഇവിടെ നിന്ന് എന്താ വരേണ്ടത്? ഇവിടെ നമുക്ക് ഒരു സ്റ്റെപ്പിൽ 50 കൂടിയത്. അങ്ങനെ 2 സ്റ്റെപ്പ് 2 × 50 100 കൂടിയിട്ട് 300 ആയിട്ട് മാറും. അപ്പം നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും എയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 30%, എയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 30% 300 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, എയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 30% 300 ആണെങ്കിൽ എയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 30% = 300 എന്ന് പറയാൻ പറ്റുമെങ്കിൽ എ = 30% 300 ആണെങ്കിൽ 100% എത്രയാണ്? അല്ലെങ്കിൽ എയുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1000 ആണ് വരിക. എയുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കിട്ടും? 1000 ആണെന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് എന്ത് കാണണം? ബിയുടെ കോസ്റ്റ് പ്രൈസ് കാണണം അല്ലേ? അപ്പം ബിയുടെ കോസ്റ്റ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് എയുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1000 ആണ്. ആ 1000 നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് എയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 10%, 1000ന്റെ 10% എത്രയാണ് മക്കളെ? 1000ന്റെ 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് 100 ആയിരുന്നു. ബിക്ക് കിട്ടിയത് നമുക്കറിയില്ല. ടോട്ടൽ എത്രയാണ്? 200. അപ്പം ബിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 200-ൽ നിന്നും 100 മൈനസ് ചെയ്ത് 100 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 20% എന്ന് പറഞ്ഞത് 100 ആണെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് ബിയുടെ കോസ്റ്റ് പ്രൈസ്, അപ്പം ബിയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 20% = 100 ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു 20% 100 ആണെങ്കിൽ 100% 20 × 5 ആണ് 100. സോ 100 × 5 500 ആണ്. അപ്പം ബിയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 500 ആണ്. എയുടെ കോസ്റ്റ് പ്രൈസ് 1000 ആണ്. രണ്ടുപേരുടെയും കൂടെ സമ്മാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 1500 ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ വരേണ്ടത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പം നമ്മളൊരു വെറൈറ്റിയും കൂടെ കണ്ടു അല്ലേ? ആദ്യം നമ്മൾ ബോട്ടം സ്ട്രീമിലെ 2 ക്വസ്റ്റ്യൻസ് ചെയ്തു, അത് കഴിഞ്ഞ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ചെയ്തു, ഇപ്പം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ടൈം ആൻഡ് വർക്കിൽ വരുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ ഡസ് 25% ഓഫ് ദ വർക്ക് ആൻഡ് ബി കംപ്ലീറ്റ്സ് ദ റെസ്റ്റ് ഓഫ് ദ വർക്ക്, ദെൻ ദ വർക്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ 20 days. If A does 75% of the work and B completes the remaining work, then the work is completed in 30 days. How long B will take to complete the whole work alone? ഓക്കെ, അപ്പോൾ 2 കേസസ് ഇവിടെയും വരുന്നുണ്ട് അല്ലേ? അപ്പം ആദ്യം തന്നെ എയും ബി എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. അതിൽ എ 25% വർക്കും ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ വർക്ക് ബി ആണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 25% കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വർക്ക് എത്രയാണ്? വർക്കിൻ്റെ 75% വർക്ക് ബി ആണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 20 days കൊണ്ട്. രണ്ടാമത്തെ കേസിൽ എ 75%, നേരെ മറിച്ച് ബി എത്രയാണ്? ബാക്കിയുള്ള വർക്ക് എന്ന് പറയുമ്പം 25% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് 30 ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെടോ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ് ബി മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. അപ്പം ബിയുടെ ഡാറ്റ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആരെ എലിമിനേറ്റ് ചെയ്യണം? എനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചേഞ്ച് നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ കേസിൽ നിന്നും രണ്ടാമത്തെ കേസിലോട്ട് വരുമ്പം എ ഇൻക്രീസ് ആണ് ആവുന്നത്, ബി ഡിക്രീസും ആണ് ആവുന്നത്. നമുക്ക് ഡിക്രീസ് ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷെ നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. തിരിച്ച് ചിന്തിക്കുന്ന സമയത്ത്, അതായത് ഞാനിവിടെ ഇത് ഒന്നാമത്തെ കേസും ഇത് രണ്ടാമത്തെ കേസും ആയിട്ട് കൊടുത്തു. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ വരുന്ന ചേഞ്ച് എന്താണ്? ഇവിടെ വരുന്ന ചേഞ്ച് 50% ഡിക്രീസ് ആണ്. ആൻഡ് ഇവിടെ എന്താ ചെയ്യുന്നത്? 25-ന്ന് 75% ആയിട്ട് മാറി. നേരെ ഉൾട്ടയാണ് നമ്മൾ ചിന്തിക്കുന്നത്. 50% ഇൻക്രീസ് വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? ടൈം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് 10 ദിവസം കുറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ? അതായത് ഫസ്റ്റ് കേസ് എന്താക്കി എടുക്കുക? ഇവിടുത്തെ രണ്ടാമത്തെ കേസാണ് ഒന്നാമത്തെ കേസ് നമുക്ക് അസ്യൂം ചെയ്താൽ മതി. അപ്പോൾ പ്രശ്നമില്ല, നേരെ തിരിച്ച് ചിന്തിക്കാൻ പറ്റും. ഇനി നമുക്ക് എനെ എലിമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പിൽ നമുക്ക് 50% കുറയുന്നത്. അപ്പോൾ എത്ര സ്റ്റെപ്പിലാണ് 75% കുറയാൻ നോക്കാൻ വേണ്ടിയിട്ട് 50നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 75 കിട്ടാൻ നോക്കിയാൽ മതി.
നോക്കിക്കേ 50x is equal to 75 ആണെങ്കിൽ x is equal to 75/50 അല്ലെങ്കിൽ 3/2 ആണെന്ന് കിട്ടും. അതായത് നമുക്ക് 3/2 ടൈംസ് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെയുള്ള ഓരോ ഓപ്പറേഷനും എന്ത് ചെയ്യണം, നമ്മൾ 3/2 ടൈംസ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് എയുടെ കേസിൽ എന്ത് സംഭവിക്കും? എയുടെ കേസിൽ 75 മൈനസ് 50 ഇൻറ്റു 3/2. 50 ഇൻറ്റു 3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. 25 ഇൻറ്റു 3 75 ആണ്. അപ്പോൾ 75 മൈനസ് 75 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി ഇവിടെ നോക്കിക്കേ, 25 പ്ലസ് 50 ഇൻറ്റു 3/2. 50 ഇൻറ്റു 3/2 75 ആണ്. 25 പ്ലസ് 75 എന്ന് പറഞ്ഞാൽ 100%. ആൻഡ് നമ്പർ ഓഫ് ഡേയ്സ് എന്തായിട്ട് മാറും? 30 മൈനസ് ആണല്ലേ, 30 മൈനസ് 10 ഇൻറ്റു 3/2. 10 ഇൻറ്റു 3/2 എന്ന് പറഞ്ഞാൽ 2 5 ടൈംസ് 5 ഇൻറ്റു 3 15 മൈനസ് ചെയ്യണം. 30 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 15 ആവും. ഇവിടെ നോക്കിക്കേ, ഇത് ഡയറക്റ്റ് ആൻസറിലോട്ട് എത്തി. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബി ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% വർക്കാണ്. ഇവിടെ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? എ 0% വർക്കും ബി 100% വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 15 ആണ്. സോ നമ്മുടെ ആൻസറിലോട്ട് എത്തി. 100% ഓഫ് ദ വർക്ക്, ടോട്ടൽ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 15 ഡേയ്സ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ മെത്തേഡ് അല്ലേ? നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഇതേപോലെയുള്ള ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, ഇതേ മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താവും? ഇത് സിമ്പിളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.